ഡിവൈഎഫ്ഐയുടെ 16ാം സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ കൊടി ഉയർന്നിട്ടുണ്ട്. സമ്മേളന നഗരിയായ റീജിയണൽ തിയേറ്ററിൽ സ്വാഗത സംഘം ചെയർമാൻ KV അബ്ദുൽ ഖാദറാണ് കൊടി ഉയർത്തിയത്. ഇന്ന് മുതൽ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ ലക്ഷദ്വീപിൽ നിന്നടക്കം 615 പ്രതിനിധികൾ പങ്കെടുക്കും. തലമുറ മാറ്റവും നേതൃമാറ്റവും ഒക്കെ പ്രതീക്ഷിക്കുന്ന സമ്മേളനത്തിൽ പ്രായപരിധി മാനദണ്ഡം, ഭാരവാഹി തെരഞ്ഞെടുപ്പ് തുടങ്ങിയ വിഷയങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു തൃശൂരിൽ നിന്ന്. ലെവിൻ, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, ഗുഡ് മോർണിംഗ്. വളരെ ആവേശത്തോടു കൂടിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐയുടെ സമ്മേളനത്തിന് തൃശ്ശൂരിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. 16 സംസ്ഥാന സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. 16ാമത്തെ സമ്മേളനമാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. 80-ൽ രൂപം കൊണ്ട സംഘടന കേരളത്തിൽ 16 സമ്മേളനങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ആദ്യമായിട്ടാണ് തൃശ്ശൂരിൽ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ഇന്നലെ വിവിധ ജില്ലകളിൽ നിന്നും എത്തിയ പതാക കൊടിമര ദീപശിഖ ജാഥകൾ തൃശ്ശൂരിൽ സംഗമിക്കുകയും അതിനുശേഷം പ്രവർത്തകർ ഒന്നാകെ ഒത്തുചേർന്ന് ഒരു ജാഥ എന്നുള്ള നിലയിലെത്തി തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിന് മുൻപിലുള്ള പാലസ് ഗ്രൗണ്ടിൽ സമ്മേളനത്തിന് കൊടി ഉയർത്തുകയും ചെയ്തു. സ്വാഗത സംഘം ചെയർമാനായിട്ടുള്ള CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറാണ് കൊടി ഉയർത്തിയത്. സംസ്ഥാന സമ്മേളനം എന്നതുകൊണ്ട് തന്നെ എത്ര പ്രത്യേകതകൾ ഈ സമ്മേളനത്തിലുണ്ട്. തൃശ്ശൂർ സമ്മേളനത്തിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭാരവാഹി മാറ്റവും തലമുറ മാറ്റവും ഒക്കെ ഈ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഡിവൈഎഫ്ഐ രംഗത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ 3 പേരുടെ പേരുകളാണ് സ്ഥാനാർത്ഥി ഭാരവാഹികളായി ഉയർന്നു കേൾക്കുന്നത്. MLA ആയിട്ടുള്ള M വിജിൻ, അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ നേതാവ് SFI രംഗത്തൂടെ പ്രവർത്തിച്ച് CPM-ന്റെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ചിന്ത ജെറോം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കേൾക്കുന്നു. ആലപ്പുഴ നിന്നുള്ള ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, മുൻ SFI നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അങ്ങനെ 3 പേരുടെ പേരുകളാണ് പ്രധാനമായും നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ ഫ്രാക്ഷൻ യോഗം വിളിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി